അവിടുന്ന് പടച്ചവനെ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ഉമർ തങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമാവുകയാ. ഉമറാ കരയുന്നത് കാരണം ഉമർ എന്ന് പറഞ്ഞാൽ ധീരനാണല്ലോ, അവിടുന്ന് കരയാൻ സാധ്യതയില്ല. ഉമർ കരയണമെങ്കിൽ അത്രത്തോളം അവിടുന്ന് വിഷയങ്ങൾ വേണമല്ലോ, അല്ലെങ്കിൽ മഹാനായ ഉമർ തങ്ങൾ ഒരിക്കലും കരയില്ലല്ലോ. ഇസ്രയെ വിറപ്പിച്ച ഉമറാ, കൈസർ പോലും നെട്ടിവിറച്ച ഉമറാ. ആ ഉമർ തങ്ങൾ പോകുന്ന വഴിയിലോ ഇബ്ലീസ് പോലും കടന്നു പോകില്ല എന്നാ പഠിപ്പിച്ചിട്ടുള്ള റസൂലുള്ളാഹ്. ആ ഉമർ തങ്ങളാ കരയുന്നത്. ഒരു വഴിയിലൂടെ ഉമർ തങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പഠിച്ചവനെ ഒരാൾക്കും അതിലൂടെ ധൈര്യത്തോടെ പോകാൻ കഴിയില്ലായിരുന്നു. ആദ്യ കാലത്ത് ഉമർ അങ്ങനെയാ. ഒരു ദിവസം പോലും കള്ളില്ലാതെ പെണ്ണില്ലാതെ ഉമർ തങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഉമ്മമാര് പറയുമായിരുന്നത്രേ, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളോട് അവിടെ നിന്ന് പറയുമല്ലോ, ഉമർ തങ്ങൾ വരുന്നുണ്ട്, ഉമർ തങ്ങൾ വരുന്നുണ്ട്, ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുമെന്ന്. അങ്ങനെ പറഞ്ഞ കുട്ടികൾ വരെ പേടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അത്രത്തോളം ഭയമായിരുന്നു മഹാനായ ഉമർ തങ്ങൾ ആദ്യ കാലഘട്ടത്തില്. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴും അങ്ങനെയാ. ഇബ്ലീസ് പോലും ഉമറിന്റെ പേര് കേട്ടാ പേടിച്ചു വിറക്കുകയാ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് വന്നപ്പോ അവിടുന്ന് ഉമർ തങ്ങളോട് ചോദിക്കുന്നു, ഉമറേ എന്തിനാ കരയുന്നത്? ഉമർ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യന്റെ കരച്ചിൽ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു നബിയേ. ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയി നബിയേ. എന്റെ കണ്ണുനീരൊഴുകുകയാണ് നബിയേ. എനിക്കെന്റെ സങ്കടം നിർത്താൻ കഴിയുന്നില്ല നബിയേ എന്നതാ പഠിച്ചവന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സങ്കടത്തോടെ പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, പഠിച്ചവനെ ഉമറിനെ കരയിപ്പിച്ച മനുഷ്യനാരാ? ആ മനുഷ്യനെ എനിക്കൊന്ന് കാണണമല്ലോ, ആ മനുഷ്യനെ എനിക്കൊന്ന് കാണണമല്ലോ. ഉമറെ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെല്ലുകയാണ്. ആ മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു കഅബാലയത്തിന്റെ കില്ല് പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറയുന്നു, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ട്. അതാ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഈ മനുഷ്യന് കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് റസൂലുള്ള ചോദിക്കുന്നു, എന്തു പറ്റി മോനെ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് തൗബയുണ്ടോ? എനിക്ക് അല്ലാഹു തആല പുറത്തു തരുമോ? അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് അവിടുന്ന് റസൂലുള്ളാഹിയോട് പറയുമ്പോൾ റസൂലുള്ള പറയുകയാണ്, സ്വഹാബാ, അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുന്നവനാ. എന്ത് തെറ്റ് നീ ചെയ്താലും അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്യാൻ നിനക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി അവിടുന്ന് പറയുന്നു, ഈ മനുഷ്യൻ അവിടുന്ന് പറയുന്നു, ഞാൻ ചെയ്ത തെറ്റ് എന്തെന്നറിയോ? എന്റെ ജീവിതത്തില് ഞാനൊരു കള്ളനാ റസൂലേ, ഞാൻ ഒരുപാട് മുതൽ കട്ടെടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിനോട് തൗബ ചെയ്യ ചെറുപ്പക്കാരാ, അല്ലാഹുവിനോട് തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ. ഈ മനുഷ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ലൊരു നീയത്ത് മനസ്സിൽ വിചാരിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സ്വതക്ക സല്ലല്ലാഹു അലാ മുഹമ്മദ്
റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു തആല സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഇതിലേക്ക് സംഭാവന നൽകുന്ന, കഴിയുന്ന സംഭാവനകൾ നൽകുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ, കടങ്ങൾ അല്ലാഹു വീട്ടി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിയുന്നവരൊക്കെ നല്ല സംഭാവന ചെയ്തോ, മനസ്സിലകത്ത് നല്ല മുറാദ് വിചാരിച്ച വെച്ചോ. ഇത് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ. കാരണം ഇവിടെ 40ന്റെ അപ്പുറം ആളുകളുണ്ട്. 40ന്റെ അപ്പുറം ആളുകളുണ്ട്. ആ 40ൽ ആളുകളുണ്ടെങ്കിൽ അവിടെ എന്ത് ചോദിച്ചാലും അല്ലാഹു നമുക്ക് നൽകുമെന്ന അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞത് അല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്ന് ഈ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, നബിയെ ഞാൻ കള്ളനാ, ഞാൻ ഒരുപാട് മുതൽ കട്ടെടുത്തിട്ടുണ്ട്, എന്താണ് കട്ടതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക. എന്താണ് നീ കട്ടത്? ഈ മനുഷ്യൻ അവിടുന്ന് കരയാ, പിന്നെയും കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, പടച്ചവനെ ഞാൻ കട്ടെടുക്കുന്ന കാര്യം എന്തെന്നറിയോ നബിയെ, ഞാൻ എന്റെ നാട്ടിലൊരാള് മരണപ്പെട്ടാൽ ആ മരണപ്പെടുന്ന സമയത്ത് ഞാൻ അവിടെ എത്താറുണ്ട് നബിയെ. അയാളെ കുളിപ്പിക്കാൻ ഞാൻ എത്താറുണ്ട് നബിയെ. അയാളെ കഫം പൊതിയുന്ന കാര്യത്തിന് അയാളെ മയ്യത്തെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ പടച്ചവനെ നമസ്കാരത്തിന് കബറടക്കുന്നത് വരെ എല്ലാ കാര്യത്തിലും ഞാനുണ്ട് നബിയെ. എല്ലാ കാര്യത്തിലും ഞാൻ അവിടെ ഉണ്ട് നബിയെ. പക്ഷെ ആ ഖബറിന്റെ ചാരത്തോ അവിടുന്ന് മണ്ണിട്ട് മൂടുകയാണ്. അവിടുന്ന് ദുആ ചെയ്തിട്ട് എല്ലാവരും പിരിഞ്ഞ ആ ഖബറിന്റെ ചാരത്ത് ഞാനൊരു അടയാളം വെക്കുകയാ. എന്നിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരും നബിയെ. പാതിരാ സമയമായ പടച്ചവനെ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ പടച്ചവനെ കുഴിയെടുക്കുന്ന പടിയുമായിട്ട് ഞാനിതാ പള്ളിക്കാട്ടിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് ആ പുതിയ ഖബർ ഞാനങ്ങ് മാന്തുകയാണ്, അത് കുഴിച്ചെടുക്കുകയാണ്. മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് കഫം പുടയെടുക്കുകയാ. ആ കഫം പുടയെടുത്തിട്ട് കമ്പോളത്തിലേക്ക് പോവുകയാ. കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് ആ കഫം പുട ഞാൻ വിൽക്കും നബിയെ. അത് എന്റെ ജോലിയാണോ? കിട്ടുന്ന പണമാണ് ഞാൻ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് അതവിടെ നീ മനുഷ്യന് കരഞ്ഞുകൊണ്ട് പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്യണേ, എന്നിട്ട് ഇവിടുന്ന് പൊട്ടിക്കരയണേ. അല്ലാഹു നിനക്ക് പുറത്തു തരുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ കരച്ചിൽ നിർത്തുന്നില്ല. വീണ്ടും അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്തിനാ കരയുന്നത്? നിനക്ക് അല്ലാഹു പുറത്തു തരുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാ, എനിക്ക് തൗബയുണ്ടോ നബിയെ? ഇനിയും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, എന്താ നീ ചെയ്തിട്ടുള്ള തെറ്റ്? അതാ ആ മനുഷ്യൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹാബ, നീ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവോട് തൗബ ചെയ്യാ. അവിടുന്ന് പൊട്ടിക്കരഞ്ഞോ, നിനക്ക് അല്ലാഹു പുറത്തു തരുമല്ലോ. ഇത് പറയേണ്ട താമസം ഈ മനുഷ്യൻ അവിടുന്ന് പറഞ്ഞു തുടങ്ങുകയാണ്, നബിയേ, ഞാൻ വ്യഭിചരിച്ചത് ആരെയാണെന്നറിയോ? എന്റെ നാട്ടിൽ സുന്ദരിയായൊരു പെണ്ണുണ്ടായിരുന്നു. എല്ലാവരും കാണാനും ഒരു നേരം ലഭിക്കാനും ആഗ്രഹിച്ച പെണ്ണാ. ആ പെണ്ണിന്റെ ശരീരത്തെ ആഗ്രഹിക്കാത്തവര് എന്റെ നാട്ടിൽ ഒരാളുമില്ല നബിയേ. അത്രത്തോളം സുന്ദരിയാ. ആ പെണ്ണൊരു സമയത്ത് മരണപ്പെടുകയാണ്. ഒരു സ്വാലിഹത്തായ പെണ്ണായിരുന്നല്ലോ. പടച്ചവനെ, ആ പെണ്ണിനെ അവിടുന്ന് മരണപ്പെട്ട വാർത്തയറിഞ്ഞു. ആ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി. ആ പെണ്ണിന്റെ എല്ലാ കർമ്മത്തിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി. എന്നിട്ടോ ആ പെണ്ണിനെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്നിട്ട് മറവാടിയ റസൂലല്ലാഹ്. ആ സമയത്ത് ഞാൻ പതിവ് പോലെ അവിടെ അടയാളം വെച്ച്
വെച്ചിട്ട് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് പാതിരാ സമയമായി ആ നബിയെ. എന്നിട്ടോ പാതിരാ സമയത്ത് ഞാൻ കടന്നു വന്നിട്ടോ ആ പെണ്ണിന്റെ കബറങ്ങ് മാതൃകയാണ് നബിയെ. കഫം കൂടെ വലിച്ചോറുകയാണ് നബിയെ. പടച്ചവനെ, സുന്ദരിയായി കിടക്കുന്ന നഗ്നമായി കിടക്കുന്ന ആ പെണ്ണിന്റെ ശരീരമുണ്ടല്ലോ, അത് കണ്ടപ്പന്റെ ഹൃദയത്തിലെ ഹറാമ് ചിന്തകൾ കടന്നു വന്നു നബിയെ. ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് ആ പെണ്ണിനെ ഞാൻ വ്യഭിചരിച്ചു നബിയെ. പടച്ചവനെ, ഇത് പറയുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാണ്. ചരിത്രത്തിൽ കാണാ പ്രിയമുള്ളവരെ, ഖബറിന്റെ ഉള്ളിൽ വെച്ച് വ്യഭിചരിച്ചു എന്ന് ഈ മനുഷ്യൻ അവിടുന്ന് പറയേണ്ട താമസമതാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ബോധരഹിതനായി വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് ബോധരഹിതനായി വീണ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഈ ചെറുപ്പക്കാരന് അലമുറയിട്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തട്ടി വിളിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്ന, ചെറുപ്പക്കാരാ, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന മോനെ, നീ ചെയ്ത തെറ്റ് അല്ലാഹു പുറത്തു തരുമെന്ന്, അല്ലാഹു പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്. ആ സമയത്ത് ഉമർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഈ കഫം കൂടെ മോഷ്ടിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ടോ? ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ വ്യഭിചരിച്ചവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, സഹാബാ, അല്ലാഹു തആല പുറത്തു കൊടുക്കുമല്ലോ. എന്നാ പുറത്തു കൊടുക്കാത്തവനാരാ? റസൂലുള്ള അവിടുന്ന് പറയുകയാണ്, മറ്റുള്ളവന്റെ പച്ച ഇറച്ചി തിന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, കുറ്റം പറഞ്ഞ ഈബത്തും നമീമത്തും പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ലെന്ന്, അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്താം. നമുക്കൊരു പേടിയുണ്ടാവില്ല. ഒരു ലാഘവത്തോടുകൂടെ നിസാര കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെയാണ് മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മളൊക്കെ സംസാരിക്കാൻ. പറയേണ്ടതോ കേൾക്കേണ്ടതോ ചിന്തിക്കേണ്ടതോ അല്ലാത്ത ഭാഗത്തിലൂടെ നമ്മളത് കടന്നു പോകും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ പറ, ആമീൻ പറ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധമായ റജബിൽ നമ്മളൊക്കെ അള്ളാഹിനോട് തേടുന്നത്. 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ, പടച്ചോനെ നീ ഞങ്ങളെ സ്വർഗത്തിലാക്കണേ അല്ലാഹ്. ആരാ ചോദിക്കാത്തത്? ഈ ഇരിക്കുന്ന വാപ്പമാര് ഉമ്മമാര് ഇന്നിവിടെ മജ്‌ലിസിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് എന്താ? അള്ളാന്റെ സ്വർഗം കിട്ടണമെന്ന്. 5 വഖത്ത് നമസ്കാരം നമ്മൾ കൃത്യമായി നിസ്കരിക്കും, പള്ളിയിൽ വരും, ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലും. ചോദിക്കും, എന്തിനാ നിങ്ങളിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാ പറയും, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറയും, എനിക്ക് അള്ളാന്റെ സ്വർഗം വേണം, ജന്നാത്തുൽ ഫിർദൗസ് വേണം. പറയാറില്ലേ അല്ലേ? നമ്മളൊക്കെ പറയുന്നതാ. എന്നാ നിസ്കരിച്ചു, നോമ്പെടുത്തു, എന്റെ പ്രിയമുള്ളവരെ, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു, അതിന്റെ കൂടെ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ നാക്കിനെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് നമ്മുടെ സ്വർഗം ലഭിക്കാൻ നാവിനെ സൂക്ഷിക്കണം. നാവിനെ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ അലാമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ, ശരീരത്തിൽ, പ്രവർത്തനത്തിൽ കാണിച്ചു തരും. എല്ലാവരും എണീറ്റ് നിന്ന്, എല്ലാവരും എണീറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. എല്ലാവരും ഇരിക്കുക. അല്ലാഹു നമ്മുടെ സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.
അൽഹംദുലില്ലാ. ഞാനിപ്പോ ഇന്നിവിടെ അവിടുന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ അൽഹംദുലില്ലാ എന്റെ മഹല്ലത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, എന്റെ മഹല്ലത്തിന്റെ ഖജാൻജി ഉണ്ട്, എന്റെ മഹല്ലത്തിന്റെ മെമ്പർ ഉണ്ട്. എനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ്, സന്തോഷമാണ്. കാരണം എന്റെ ഏറ്റവും ഒരു മകനെ പോലെയാണ് അവരൊക്കെ കാണുന്നത്. എന്റെ കൂടെ പോകുന്ന ഉസ്താദിന്റെ പരിപാടിക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈർ നൽകട്ടെ. അല്ലാഹു തആല വർഷം എന്റെ പ്രസിഡന്റൊക്കെ 38 കൊല്ലം 40 കൊല്ലത്തോളം ആവാനായി ആ മഹല്ലിന്റെ കാര്യദർശിയായിട്ട് കടന്നു പോവുക. ഇന്ന് അവരൊക്കെ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കട്ടെ, അല്ലാഹു കൊടുക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിമാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈർ നൽകട്ടെ. അല്ലാഹു തആല അവർക്കൊക്കെ ഈ ഖിദ്മത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ദുനിയാവിനൊന്നും ആഗ്രഹിക്കുന്നില്ലടോ അവരൊക്കെ, ദുനിയാവിനൊന്നും ആഗ്രഹിക്കണില്ല. അവർക്ക് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് മതി, അതിനാ പോകുന്നത് അല്ലേ. അല്ലാഹു അർഹമായ പ്രതിഫലം നാളെ അല്ലാഹു നൽകട്ടെ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയമുള്ളവരെ അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി ഒന്ന് പഠിപ്പിച്ചു നമ്മൾ, ഒന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കലാണ്. 2, ദുനിയാവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് തന്നെ നമ്മെ പഠിപ്പിക്കുകയാ. ഇവിടെ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ഭൂമിയിൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ ജിന്നുവർഗത്തെ മനുഷ്യവർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് പടച്ചവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. എന്നെയും നിങ്ങളെയും ഇവിടെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാ. ആ ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു ചെന്നാ എന്റെ പ്രിയമുള്ളവരെ നമുക്കറിയുമല്ലോ, കഴിഞ്ഞ ദിവസമല്ലേ ഈ മഹല്ലത്തിൽപ്പെട്ട ഈ നാട്ടിൽപ്പെട്ട സക്കരിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. അസുഖങ്ങൾ പറയാനുണ്ടോ? എന്തെങ്കിലും വിഷമങ്ങൾ ചിന്തിക്കാനുണ്ടോ? പൊന്നുമോളുടെ കല്യാണം വരെ നിശ്ചയിച്ചു വെച്ചതല്ലേ. ഇന്നാ കല്യാണം നടത്തേണ്ട ദിവസമായിരുന്നല്ലോ. പടച്ചവനെ 2 ദിവസം മുമ്പല്ലേ ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, അതാ എന്റെയും നിങ്ങളുടെയും അവസ്ഥ. ഒരു അസുഖമോ ഒരു പ്രയാസങ്ങളോ ഭാര്യക്ക് പറയാനുണ്ടോ? മക്കൾക്ക് പറയാനുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ മറ്റൊരാൾക്ക് പിടിച്ചു കൊടുക്കാൻ പടച്ചവനെ കാത്തിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ കുടുംബം മുഴുവനും നിൽക്കുകയാണ്. ആ സമയത്താണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി വരുന്നത്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ആ ഭാര്യ സഹോദരിക്ക് മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഇതാ മനുഷ്യരായ നമ്മുടെ അവസ്ഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള 2 അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ മനുഷ്യരായ നമ്മളുണ്ടല്ലോ, അവിടുന്ന് അശ്രദ്ധവാന്മാരാ. ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പടച്ചറപ്പ് നമുക്ക് വാരിക്കോരി തന്ന അനുഗ്രഹങ്ങളാ. ആ അനുഗ്രഹം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അസ്സിഹ്ഹത്തു, ഒന്ന് നിന്റെ ആരോഗ്യമാണ്. 2 വൽ ഫറാഗ്, നിനക്ക് അല്ലാഹു നൽകുന്ന ഒഴിവ് സമയമാ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ കടന്നു ചെല്ലുമ്പോ എന്നോടും നിങ്ങളോടും അല്ലാഹു ചോദിക്കുകയോ, നിനക്ക് ഞാൻ നല്ല ആരോഗ്യം തന്നില്ലേ, നീ എന്തിനു വേണ്ടിയിട്ടാണടാ ചെലവഴിച്ചത് എന്ന് അല്ലാഹു
അള്ളാഹു എന്നോട് നിങ്ങളോടും ചോദിക്കുകയാ, നിനക്ക് ഞാൻ ഒരുപാട് ഒഴിവ് സമയം തന്നല്ലോ, എന്തിനു വേണ്ടി നിന്റെ ഒഴിവ് സമയം നീ ചെലവഴിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നോട് പറഞ്ഞതെന്താ? ദുനിയാവിലേക്ക് നിന്നെ പടച്ചു വിട്ടത് എനിക്ക് ഇബാദത്ത് ചെയ്യാനാ, എനിക്ക് ഇബാദത്ത് ചെയ്യാനാ എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടോ, സമയവും ആരോഗ്യവും എല്ലാം നിനക്ക് തന്നിട്ടോ, ഒരിക്കൽ പോലും നിനക്ക് എന്നെ ഓർക്കാനുള്ള സമയം നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? നിനക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും നീ എന്നെ ഓർത്തിട്ടുണ്ടോ? സമയം കണ്ടെത്താൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു തആല എന്നോട് നിങ്ങളോടും ചോദിക്കുമല്ലോ. ഇരിക്കുന്ന വാപ്പമാരും ഉമ്മമാരും ഒന്ന് ആലോചിച്ചു നോക്ക്, നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. ഇന്നത്തെ ദിവസം തന്നെ പടച്ചവന് എന്തെല്ലാം തെറ്റുകൾ കണ്ടോ, എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വാപ്പാ, എന്തെല്ലാം തെറ്റുകളുടെ വഴികളിലൂടെ ചിന്തിക്കുകയും പറയുകയും നടക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാ എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാന്റെ ദീനിനെ കുറിച്ച്, അള്ളാനെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ച് ഒരു ബോധവും ഓർമ്മയും എന്റെയും ഹൃദയത്തിൽ നിങ്ങളുടെയും ഹൃദയത്തിൽ വരട്ടെ. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാനെ സ്നേഹിക്കണേ. എന്നെ പടച്ചത് എന്റെ അള്ളയാ, എന്നെ സൃഷ്ടിച്ചത് എന്റെ അള്ളയാ, എനിക്ക് ഭക്ഷണം തരുന്നത്, എന്നെ നോക്കുന്നത്, എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്, ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ നിലനിൽക്കുന്നത് എന്റെ പടച്ചറബ് എനിക്ക് തന്ന ആരോഗ്യം കൊണ്ടാ എന്നുള്ള ഓർമ്മ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ കണ്ടോ, ഒരുപാട് ചെറുപ്പക്കാരായ കൗമാരക്കാരായ പിഞ്ചുമക്കളെ കണ്ടോ, അവർക്കൊക്കെ ഇന്ന് കളിയുണ്ടല്ലോ, അവർക്ക് പല മേഖലകളുണ്ടല്ലോ, എല്ലാം ഒഴിവാക്കി ഇന്ന് അല്ലാഹുവിന്റെ ദീൻ പറയുന്ന പുണ്യമായ മജ്‌ലിസിലേക്ക് സ്നേഹത്തോടെ ആത്മാർത്ഥമായി കടന്നു വന്ന പിഞ്ചുമക്കളെ കാണുമ്പോ, ചെറുപ്പക്കാരായ മക്കളെ കാണുമ്പോ അല്ലാഹുവേ വല്ലാത്ത സന്തോഷം തോന്നുകയാ. റബ്ബേ, ഈ മക്കളെ നീ കൈവിടല്ല അല്ലാ, നിന്റെ ദീനിന്റെ മക്കളാക്കണേ അല്ലാ. അവരുടെ പഠനത്തില്, അവരുടെ മേഖലകളില്, എല്ലാ കാര്യത്തിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, ഇതേ പ്രായക്കാരാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാധ്യമങ്ങളെടുത്തപ്പോ കണ്ടല്ലോ, പഠിച്ചവനെ 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് 16-കാരനാ. അതെല്ലാം ഒരു വിഷയമല്ല ഇന്ന് സമൂഹത്തിന്. എത്രയോ തെറ്റുകൾ കണ്ടിട്ടോ, ഹറാമിന്റെ പേക്കൂത്തുകൾ കണ്ടിട്ടോ, ഹറാമിന്റെ കഥകൾ നമ്മളൊക്കെ കേട്ടിട്ടോ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിരന്തരമായി നമ്മുടെ ചെവിക്കകത്ത് നമ്മൾ കേട്ടിട്ടോ, എന്നിട്ട് പോലും പടച്ചവനെ അല്ലാഹുവിനെ ഭയക്കാതെ, സമൂഹത്തെ പോലും പേടിയില്ലാതെ പടച്ചവനെ ഒരു പെൺകുട്ടിയെ കൊന്ന് കളയാ മാത്രം മനസ്സില്ല ഇത്രയും വലിയ ക്രിമിനലുകളായിട്ട് നമ്മുടെ സമൂഹം മാറുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം കേട്ടോ. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇന്ന് പല വാപ്പമാരും കൊടുക്കുന്ന ഉപദേശം എന്തെന്നറിയോ? മോനെ, ജീവിക്കണമെങ്കിൽ കയ്യിൽ പണം വേണമല്ലോ, ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ. വാപ്പ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മക്കളോട് ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. ഇന്ന് പല വാപ്പമാരും ഉമ്മമാരും കൊടുക്കുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ അറിയോ? മോനെ, ജീവിക്കണമെങ്കിൽ ഇന്ന് പണം വേണം, ജീവിക്കണമെങ്കിൽ പണം വേണം. എന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു വാപ്പ ഒരു മകന് കൊടുത്ത ഉപദേശം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അത് പറയരുത്. അത് പറഞ്ഞാൽ നമ്മുടെ മക്കള് ഏത് രൂപത്തിൽ വേണമെങ്കിലും പണം കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിക്കും. അത് ഹറാമോ ഹലാലോ നോക്കൂല. നിങ്ങളുടെ മകനെ നിങ്ങൾ പറയണം, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ഈമാനില്ലാതെ കഴിയില്ല. ഈമാൻ സമ്പാദിക്കാൻ വേണ്ടി പറയണം. അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത്, റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് ഉണ്ടാക്കാൻ പറയണം. അത് പറയാൻ
നിങ്ങളുടെ മക്കള് സമ്പത്തിനെ കുറിച്ച് ദുനിയാവ്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവ്, അതിനെ കുറിച്ച് പറയരുത്. എന്റെ പ്രിയമുള്ളവരെ, ആ പൊന്നുമോന് ഇന്ന്, എന്റെ പ്രിയമുള്ളവരെ, 10-25 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ആ കുട്ടി ഇന്ന് സമ്പാദിക്കുന്ന രൂപങ്ങൾ പച്ച ഹറാമാണ്. പണം കണ്ടെത്താൻ വേണ്ടി പോകാൻ, അങ്ങനെ സമ്പത്ത് കൂടി കൂടി വരാൻ വേണ്ടി പല മേഖലകളും നോക്കി ഇന്ന് ലക്ഷങ്ങൾ ആ കുട്ടി കടത്തിലാണ്. മനസ്സിലാക്കണം. നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ കുട്ടിയോട് നമ്മൾ പറയും, മോനെ ജീവിക്കണമെങ്കിൽ പണം വേണമെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മൈൻഡിൽ പിന്നെ അതാണ് മാത്രമുള്ളത്. എന്ത് ജീവിക്കണമല്ലോ, പണം കണ്ടെത്തണമല്ലോ, അല്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത്. ഒന്ന് ആലോചിച്ചാണ്. പിന്നെ ആ കുട്ടിയുടെ അവസ്ഥ എന്താ? അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഒരിക്കലും ആ ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കരുത്, ആ ഒരു വർത്താനെ നമ്മൾ പറയരുത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കണം 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാനും അള്ളാഹിനെ കുറിച്ചും മുത്തുനബിയെ കുറിച്ചുള്ള ബോധമാണ്, ചിന്തകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതുപോലുള്ള മജ്‌ലിസുകൾ ഉണ്ടാകുമ്പോ ഉമ്മയും ബാപ്പയൊക്കെ ഉണ്ടാകും, പള്ളിക്കകത്ത് വല്യപ്പുണ്ടാകും, വാപ്പുണ്ടാകും, മക്കൾ ഉണ്ടാകൂല. ഈ ഇരിക്കുന്ന വാപ്പമാര് നോക്കൂ, പല ആളുകളെ തലയിലും തൊപ്പിയും തലപ്പാവും ഒക്കെ കാണുന്നത് എന്തുകൊണ്ടാ? അവർക്ക് അവരെ പഴയകാലത്ത് അവരെ വാപ്പയും ഉമ്മയും കൊടുത്തൊരു തർബിയത്തിന് അതിലൂടെ വളർന്നത് കൊണ്ടാണ്. ഒരു മോലേരായിട്ടാണോ, ഹാഫിദായിട്ടാണോ, ആലിമായിട്ടാണോ? ഒന്നുമല്ല. അല്ലെങ്കിൽ അവർ വെള്ള വസ്ത്രമേ ധരിക്കൂ, എന്താ? അത് സുന്നത്താണ് എന്ന് അവരെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടി അവർക്ക് അവരെ വാപ്പയും ഉമ്മയും അതിന്റെ കൂടെ നടന്നിട്ടുണ്ട്. ഏറ്റവും വലിയ അധ്യാപകൻ ആരാ? വാപ്പയും ഉമ്മയാണ്. പിന്നെ മദ്രസയിൽ ഉസ്താദും, പിന്നെ സ്കൂളിൽ അധ്യാപകനൊക്കെ. ഏറ്റവും വലിയ മോട്ടിവേറ്ററും അധ്യാപകനും ആകേണ്ടത് ഈ ഇരിക്കുന്ന രക്ഷിതാക്കളായ നിങ്ങളാണ്. മനസ്സിലായി? നമ്മൾ പറയെന്താ, ഉസ്താദ് വിളിക്കുകയാണ്, കുട്ടി വേദി വന്നിട്ടില്ല, പഠിച്ചത്. എന്താ ഉസ്താദ് ഞാൻ കാട്ടുന്നു? ഞാൻ ഓനോട് കുറെ പറയുന്നുണ്ട്, ഞാൻ ഓളോട് കുറെ പറയുന്നുണ്ട്, ഓള് കേൾക്കണ എന്താ? നിങ്ങൾ നല്ലോണം തച്ചോളിയാണ്. ഏതെങ്കിലും ഉസ്താദ് തച്ചാലും അപ്പം ഇങ്ങോട്ട് വരും ചെയ്യും. അതാണ് അവസ്ഥ. അല്ലേ? അല്ലെ? നമ്മളെന്താ പറയാ? നല്ലോണം തച്ചോളി. ഈ നല്ലോണം തല്ലാൻ വേണ്ടിട്ടല്ലോ അല്ലേ മദ്രസക്ക് വിടുന്നേ. ഈ ചെറിയ കുട്ടിയൊക്കെ ഇമ്മമാര് പണ്ട് കാലത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല. ശരിക്കും ശ്രദ്ധിച്ചോളി. കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ഉമ്മമാരിങ്ങനെ കുട്ടികളെ ഇങ്ങനെ പാട്ടൊക്കെ പാടി മുറ്റത്ത് ഇങ്ങനെ ഇറക്കും. അപ്പോഴേക്കും മസർ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കത്തെ ഖതീബും മുക്രിസ്താദും ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പോണത് വല്ല മൗലൂദിനോ അല്ലെങ്കിൽ വല്ല ആരെങ്കിലും ചായ എടുക്കാൻ പറഞ്ഞിട്ടോ, അപ്പൊ ഉമ്മ പറയും, വേഗം തിന്നോ, കണ്ടോ ഉസ്താദ് പോകുന്നുണ്ട്, അടി കിട്ടും, അടി കിട്ടും. പിന്നെ കുട്ടിന്റെ മനസ്സിലെന്താ? പഠിച്ചാലേ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു ഭീകര ജീവിയാണ്, ഒരു അടിക്കണ സാധനാണ്. ചെറുപ്പം മുതൽക്ക് നമ്മൾ കൊടുത്തെന്താ? വേഗം തിന്നോ, അല്ലെങ്കിൽ അടി കിട്ടും. ഉമ്മമാരെ പല ആൾക്കാരെ വർത്താനാണ് അല്ലേ? ഈ ഇരിക്കണ പല ഉമ്മമാരത് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളമ്മമാര് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് കുട്ടികളെ മദ്രസ കൊണ്ടാക്കുമ്പോ നമ്മൾ കയറിട്ട് വലിക്കേണ്ട അവസ്ഥ വരുന്നത്. കുട്ടികളെ വിചാരം അതൊരു അടിക്കണ സ്ഥലമാണ്, അടിക്കണ സാധനമാണ്, ഇതൊരു ഭീകര ജീവിയാണെന്ന് കുട്ടികളെ മൈൻഡിൽ വന്നു. അല്ലാഹു നമ്മളെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല തർബിയത്ത്, നല്ല ചിന്തയും ബോധവും നമ്മുടെ മക്കൾക്ക് കൊടുക്ക്. സമ്പത്തിനെ കുറിച്ചോ ദുനിയാവിനെ കുറിച്ചോ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മളും പരാജയപ്പെട്ടു. നമ്മൾ ഹറാമ് കാട്ടിയ നമ്മുടെ കുട്ടികളും കാട്ടും, നമ്മുടെ ഹറാമ് കാട്ടിയ നമ്മുടെ കുട്ടികളും കാട്ടും. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തന്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ, ഞാനിത് എവിടെ പ്രഭാഷണത്തിന് പോയാലും പറയുന്ന ഒരു വിഷയമാണ്. കാരണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ബാപ്പുമാരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരു കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ, ഞാനിങ്ങനെ പാടെടുത്തുകൊണ്ടിരിക്കുമ്പോ ചെറിയൊരു ബ്രേക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഒരു ദിവസം ഒരു കുട്ടി ഒരു പാട്ട് പാടി, നല്ല രസത്തിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മാഷാ അല്ലാഹ് പാട്ട് ഉഷാറായിട്ടുണ്ട്, പിന്നെ എന്ത് പാട്ടാണ്? അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ അത് ഒരു 4-5 വർഷം മുമ്പാണ്, ഇത് പുലിമുരുക എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനജ് സിനിമ കണ്ടോ? ആ ഉസ്താദെ ഞാൻ കണ്ട്, നല്ല രസമുണ്ട്, ആ ഫൈറ്റ് വരെ എങ്ങനെ ചേർന്നൊക്കെ പറഞ്ഞു, ചാട്ടൊക്കെ കാണിച്ചത്. അങ്ങനെ ഞാൻ ചോദിച്ചു, നല്ല രസമുണ്ടപ്പല്ലേ? ഞാൻ ചോദിച്ചു, മോനെ സിനിമ കാണൽ നമുക്ക് ഹറാമാണ്, കാരണം അതിൽ നിന്നൊരു നന്മയും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ചാടി എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഒരുപാട് പിന്നെ എഡിറ്റിങ്ങിലൂടെ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ്, അതൊന്നും റിയലല്ല, സത്യമല്ല. അപ്പൊ കുട്ടി, ഞാനിങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കുട്ടി പറയാം, ഉസ്താദ് നിങ്ങൾ അങ്ങനെ ഒന്നും പറയണ്ട, അത് കാണണേന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അതങ്ങനെ പറയാൻ കാരണം? അപ്പൊ കുട്ടി പറയാണ്, ഉസ്താദേ അത് ഞാനും എന്റെ അമ്മയും എന്റെ അപ്പയും
എന്റെ താത്തയും ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടത്. അപ്പൊ കുട്ടിന്റെ മനസ്സിലെന്തായി, ഇമ്മയും വാപ്പയും ഇരുന്ന് കണ്ടപ്പോ കുട്ടിക്ക് തോന്നി ഇത് കാണാൻ പറ്റുന്നതാണ്. മനസ്സിലായി? കുട്ടി വിചാരിച്ചെന്താ, ഇമ്മയും വാപ്പയും ഇരുന്ന് ചെയ്യുമ്പോ കാണുമ്പോ അത് കാണാൻ പറ്റുന്ന സാധനം കുട്ടിക്ക് തോന്നി. അതുകൊണ്ട് കുട്ടി അത് കാണാൻ തുടങ്ങിയത് സത്യമാണ്, ശരിയാണ്, അത് കണ്ടാൽ കുഴപ്പമില്ല എന്ന് തോന്നി. പ്രശ്നം സിനിമക്ക് ഇന്നത്തെ സിനിമകളൊക്കെ നോക്ക്, പ്രേമങ്ങള്, കൊള്ള, കൊല, വ്യഭിചാരങ്ങള്, ലഹരി ഉപയോഗങ്ങൾ, കുട്ടികൾ കാട്ടുന്ന ഇന്നത്തെ ഹീറോയിസം, ഇതൊക്കെ എവിടുന്ന് വരുന്നതാ? കൊലപാതകങ്ങൾ വന്നത് എവിടുന്ന? പലതും മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സിനിമയും സീരിയലിന്റെയും മുമ്പിലൂടെ ഇരിക്കുന്ന വാപ്പമാര് ഉമ്മമാര് കടന്നു പോകാതിരിക്കുക. നമ്മുടെ മക്കളും അങ്ങനെയാകും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഈ ഇരിക്കുന്ന പല ആളുകളും രാവിലെ ഇറങ്ങും, ജോലിക്കിറങ്ങുമ്പോ നമ്മളൊക്കെ ചിന്തിക്കും, എന്റെ പ്രിയമുള്ളവരെ, എന്റെ കുട്ടികൾക്ക് ഇന്ന് കിട്ടുന്ന ഈ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും കൂലി കിട്ടിയ എനിക്കിത് ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. നിങ്ങളൊക്കെ പണിക്ക് പോകുമ്പോ ഞാൻ ചോദിക്കാണ്, നിങ്ങൾ എന്തിനാ പോകുന്നേ? ഭാര്യനെ നോക്കണം, ഉമ്മയെ നോക്കണം, വാപ്പയെ നോക്കണം, മക്കളെ നോക്കണം എന്ന് നമ്മളൊക്കെ പറയും. എന്നാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു വൽ ആഖിബതു ലിത്തഖ്വാ. ഇരിക്കുന്ന ഓരോ വാപ്പമാരോട് ഉമ്മമാരോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, എന്തേ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം, നിങ്ങൾക്കുള്ള റിസ്ഖ് ഞാൻ നൽകാമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഭാര്യയില്ലേ, നിങ്ങളുടെ ഭർത്താവില്ലേ, വാപ്പയില്ലേ, ഉമ്മയില്ലേ, നിങ്ങളുടെ മക്കളില്ലേ, അവരെ എല്ലാവരോടും നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണേ, ക്ഷമയോടുകൂടി കിടക്കണേ. നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട, നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നിങ്ങൾക്കുള്ള ഭക്ഷണമുണ്ടല്ലോ, നിങ്ങൾക്കുള്ള റിസ്ഖ് ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ചില ആളുകളൊക്കെ പറയുമല്ലോ, ഉസ്താദേ 5 നേരത്തിനും പള്ളിയിലുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടോ കുടുംബത്തിൽ പട്ടിണിയാ, ജോലിയില്ലല്ലോ, ശമ്പളമില്ലല്ലോ, ജോലി മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. ഇങ്ങനൊക്കെ പ്രയാസം പറയുന്ന ഇരിക്കുന്ന വാപ്പമാര് എന്തേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്? നിങ്ങൾക്ക് റിസ്ഖ് തരണമെങ്കിൽ നിങ്ങളുടെ വീട്ടില് നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണേ. നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും ബന്ധപ്പെട്ടവരെയോ നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വാപ്പാ, നിങ്ങൾ നിസ്കരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലാ. സുബഹി നമസ്കാരത്തിന് എണീറ്റിട്ട് പള്ളിയിൽ പോകുമ്പോ ആ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് മേച്ച് പടച്ചവനെ കോച്ചുന്ന തണുപ്പത്ത് പോലും അവിടുന്ന് വുദൂ എടുത്തിട്ട് പള്ളിക്കകത്ത് കയറിയിരുന്ന് തഹജ്ജുദ് നമസ്കരിക്കുകയാ. പടച്ചവനെ ബാങ്ക് വിളിച്ച അവിടുന്ന് റവാത്തിബ് നമസ്കരിക്കുന്നുണ്ട്. ഫർദ് നമസ്കാരം കഴിഞ്ഞ് ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ടാ കടന്നു വരുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും പ്രയാസവും പട്ടിണിയുമാണെന്ന് പറയുമ്പോ ഈ വീട്ടിലേക്ക് സൂര്യൻ ഉദിച്ചിട്ട് കടന്നു ചെല്ലുകയാ. നിന്റെ മക്കൾ അവിടെ കിടന്നുറങ്ങുകയാ. സുബഹിയുടെ സമയത്ത് പോലും പടച്ചവനെ എണീക്കാതെ നിന്റെ പ്രിയപ്പെട്ട മക്കൾ കിടന്നുറങ്ങുകയാ. നിസ്കാര
നിസ്കാരം അവർക്ക് പ്രശ്നമല്ല, ദിക്റുകൾ പ്രശ്നമല്ല. പടച്ചവനെ മൊബൈൽ ഫോൺ എടുത്തിട്ടോ പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് വാപ്പയും ഉമ്മയും ഉറങ്ങിയാൽ പോലും ചില മക്കൾ ഉറങ്ങുന്നില്ലല്ലോ. 2 മണിക്കും 3 മണിക്കും അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ചാർജ് തീർന്നു പോകണമല്ലോ, അല്ലെങ്കിൽ പടച്ചവനെ ഉറക്കമങ്ങ് കണ്ണിലേക്ക് കുത്തണമല്ലോ. എന്നാലാ മക്കൾ ഉറങ്ങുന്നത്. ആ സമയം നോക്കുമ്പോ 2 മണിയും 3 മണിയൊക്കെ ആയിട്ടുണ്ട്. പാപ്പാ നീ എണീക്കുന്ന സമയത്താ നിന്റെ പ്രിയപ്പെട്ട മക്കൾ ഉറങ്ങുന്നതെന്ന് ഇരിക്കുന്ന വാപ്പമാർ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടോ. അത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, മക്കളെന്ന് പറഞ്ഞ അല്ലാഹു തആല അമാനത്തായി നമുക്ക് തന്ന മുതലാ. അമാനത്തെന്ന് പറഞ്ഞ എപ്പോഴാണ്